സ്തോത്രം. 4-5 മിനിറ്റ് പറയാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു വിഷയം എടുത്ത് പറയാൻ ഒക്കുന്നില്ലല്ലോ, അത് സാധ്യത ജീവിതത്തിൽ അനുഭവിച്ച സാക്ഷ്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് 2 ആഴ്ച മുൻപ്, ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന് അല്പം മുൻപ് ഒരു കൊച്ചു സഹോദരി ഞങ്ങളുടെ വീട്ടിൽ വന്നു. കൊച്ചു സഹോദരി എന്ന് പറഞ്ഞാലോ ഒരു യൗവനക്കാരി. എന്നോട് പറഞ്ഞു, അമ്മച്ചി എനിക്ക് ഒരു താല്പര്യം, ജോലിയൊക്കെ കളഞ്ഞേച്ച് പൂർണ്ണ സമയം കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് അങ്ങ് ഇറങ്ങിയാൽ എന്താണ്? അത് മണ്ടത്തരമാവുമോ? അമ്മച്ചി എന്താ പറയുന്നു? ഇല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ഇച്ചിരി ഉറപ്പുണ്ട്. അതുകൊണ്ട് അമ്മച്ചിയുടെ ഒരു അഭിപ്രായം കേൾക്കാൻ വന്നതാണ്. എത്ര നാളായി ഇറങ്ങിയിട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ 64 വർഷമായി. ഈ കൊച്ചു പുസ്തകം പിടിച്ചോണ്ട് ഞാൻ ഇറങ്ങിയപ്പോഴേ 64 വർഷമായി. അന്ന് 18 വയസ്സേ ഉള്ളൂ. എന്നോടൊരു അമ്മച്ചി ചോദിച്ചു, എൻ്റെ മോളെ ഈ 18 വയസ്സില് വീട്ടിൽ നിന്ന് ഇറക്കി വിടാന് തന്തയില്ലായിരുന്നോ? ഞാൻ ഒരു തന്ത ഉണ്ടായിരുന്നു, വലിയ തന്ത, എന്നെക്കാൾ മോളുള്ളവരുടെ വീട്ടിൽ. എന്നിട്ട് ഈ കൊച്ചു പെൺകുട്ടി എന്നോട് ചോദിച്ചു, അമ്മച്ചി ഉള്ള ജോലി കളഞ്ഞേച്ച് തിന്നാൻ പോലും കിട്ടാത്ത സമയം ഉണ്ടാകുമോ? ഞാൻ ചിലപ്പോൾ ഉണ്ടായെന്നിരിക്കും. അന്നേരം സ്തോത്രം പറഞ്ഞോണ്ട് പട്ടിയാണ്. ചിലപ്പോൾ ഉണ്ടായില്ലെന്നിരിക്കും. അത് അവരവരുടെ കഴിവും വിശ്വാസവും അനുസരിച്ചിരിക്കും. സ്തോത്രം. എന്നിട്ട് ഒരു വാക്യം എന്നോട് പറയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുകയും. എന്നോട് പറഞ്ഞു, എൻ്റെ ഫ്രണ്ട്സ് ഒത്തിരി പേര് പറഞ്ഞടി, ഈ കൃപ കൃപ എന്ന് പറയുന്ന ഈ സൂത്രം ഉണ്ടല്ലോ, അത് എന്നൊന്നും കാണത്തില്ല. അത് കുറച്ച് ദിവസം കാണും, പിന്നെ അതിങ്ങ് പോവും. ഇപ്പൊ ദൈവമക്കളുടെയൊക്കെ അനുഭവം ചോദിച്ചാലോ അവരൊക്കെ പറയും കൃപ എന്നും കാണത്തില്ല, എന്നും കൃപയോടിരിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഉള്ള ജോലിയൊന്നും കളയേണ്ട ആവശ്യമില്ല, ജോലിയോട് കൂടെ അങ്ങ് കൃപയായിട്ട് നടന്നാൽ മതി എന്ന് പറയാം. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. കൃപ എന്ന് പറയുന്ന കാര്യം വരികയും പോവുകയും ചെയ്യുന്നൊരു കാര്യമല്ല. അത് കർത്താവ് നമുക്ക് വേണ്ടി പകർന്നിരിക്കുന്ന ഒരു സംഗതിയാണ്. അവൻ നിങ്ങൾക്കായി ഇന്ന് കരുതേച്ച് നാളെ കരുതാതിരിക്കുമോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. വിളിച്ച ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. ഈ 18 വയസ്സിലെ ഈ കൊച്ചു പുസ്തകമായിട്ട് ഞാൻ ഇറങ്ങി തിരിച്ചപ്പോൾ ആശ്രമത്തിലോട്ടാണ് ഞാൻ ആദ്യമായിട്ട് ശുശ്രൂഷയ്ക്കായിട്ട് പോയത്. 2 ബസ്സിന് അങ്ങ് ചെല്ലണമെന്ന് പ്രത്യേകം എഴുതിയിരുന്നു. ബസ് കയറാനായിട്ട് ഞാൻ അവിടെ നിൽക്കുമ്പോൾ എൻ്റെ പിതാവ് ഇറങ്ങി ഓടി വന്നു. എന്നോട് ചോദിച്ചു, പെട്ടി എന്തിയേ? ഞാൻ ഈ കൊച്ചു പെട്ടിയേ ഉള്ളൂ. എടി ഇതിനകത്ത് എന്തോ കൊള്ളും? ഞാൻ പറഞ്ഞത് 3 സാരി കൊള്ളും. 3 സാരി മതിയോ സുശേഷകർക്ക് ജീവിക്കാൻ? ഞാൻ തൽക്കാലത്തേക്ക് ഇപ്പം 3 മതി. പ്രൈസ് ദി ലോർഡ്. കാരണം ഞങ്ങളുടെ ആശ്രമത്തിലെ യൂണിഫോമാണ്, നീലയും വെള്ളയും മാത്രമേ ഉടുക്കാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് അതിനുള്ള 3 ഞാൻ എടുത്തിട്ടുണ്ട്. അത് ധാരാളം മതി. അത് കൂടുതൽ വേണമെങ്കിൽ കർത്താവ് അന്നേരം തന്നോളൂ. സ്തോത്രം. ഞാൻ ആ കൊച്ചു പെട്ടി കൊണ്ട് ബസ്സിൽ കയറുമ്പോൾ എൻ്റെ പിതാവ് പൊട്ടിക്കരഞ്ഞോണ്ട് റോഡിൽ നിൽക്കുന്ന ഞാൻ ഇപ്പോഴും ഓർത്തു. എന്നോട് പറഞ്ഞു, തൽക്കാലത്തേക്ക് പോയിക്കോ, അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ കുറച്ചുകൂടി വലിയ പെട്ടി നിറച്ച് സാരി വാങ്ങിച്ചത് നയിക്കാം എന്ന് പറഞ്ഞു. എനിക്ക് സന്തോഷമായി. ഞാൻ പിന്നെ വരുന്നത് എൻ്റെ പിതാവിൻ്റെ ശവസംസ്കാരത്തിനാണ്. അപ്പൊ ഞാൻ ഓർത്തു, മനുഷ്യരൊക്കെ വലിയ വാഗ്ദത്തങ്ങളൊക്കെ തന്നയച്ചത്. ഇനിയും വരുമ്പോൾ ഒരു വലിയ പെട്ടി, അതിനകത്ത് നിറച്ച് സാരി, പറഞ്ഞ ആള് കുടിയിലോട്ടങ്ങ് പോയി. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കർത്താവ് മാത്രം വിളിച്ചിറക്കിയേച്ച് സ്വർഗത്തിൽ ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ നിനക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് അമ്മച്ചിമാരുടെ ഒരു കാര്യം പറയണമെന്നുണ്ട്. അമ്മച്ചിമാരായ പെന്തക്കോസ്തിലെ സഹോദരിമാർക്ക് സ്വന്തം ആത്മീയ ജീവിതത്തിൽ റിസ്റ്റോർ ചെയ്യണമെന്നൊക്കെ താല്പര്യമുണ്ട്.
പക്ഷെ കുഞ്ഞുങ്ങളുടെ ജീവിതം കരുവാളിച്ച് കിടക്കുക. ഒരു തള്ള ഈയിടെ എന്നോട് ചോദിച്ചു, കുഞ്ഞുമോളെ ഈ കൊച്ചുങ്ങളെയൊക്കെ എങ്ങനെയാ കൊച്ചിലെ ശരിയാക്കി? ഞാൻ കൊച്ചിലെ വേണം ശരിയാക്കാൻ, മുതുകനാകുമ്പോഴല്ല ശരിയാക്കേണ്ടത്. കുഞ്ഞായിട്ട് കൈ കിട്ടിയപ്പോൾ ശരിയാക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. അന്ന് സുവിശേഷം പറയണം, ദൈവമക്കളുടെ സാക്ഷ്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അതൊക്കെ പറഞ്ഞ് കർത്താവിൽ ഉറപ്പിച്ച് കഴിയുമ്പോൾ പിന്നെ വൃദ്ധനായാലും അവനെ വിട്ടുമാറുകയില്ല. ദൈവത്തിന് സ്തോത്രം. എനിക്ക് 2 കുട്ടികളാണ്. ഒരു മോനുണ്ട്, അവന് വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. തീരെ കൊച്ചിലെ 7:30 ആകുമ്പോൾ എനിക്കൊരു കൊച്ചു കുടുംബ പ്രാർത്ഥനയുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാനും ഈ 2 പിള്ളേരും എനിക്കറിയാവുന്ന കൊച്ചു കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. കൊച്ചു കഥയിൽ എന്ന് പറഞ്ഞാൽ ദൈവം ഉപയോഗിച്ച ദൈവദാസന്മാരുടെ കഥകളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഒരു ദിവസം എൻ്റെ മോന് ഒരു സോക്കറ്റുണ്ട്, പേരുടെ മുകളിൽ കയറി പേരയ്ക്ക പറിക്കുക. അങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ വരുന്നോ നോക്കി വെച്ച് ഞാൻ അവിടെ എങ്ങുമില്ല. അതുകൊണ്ട് വലിയ പേരുടെ മുകളിലോട്ടും കയറി 3-4 പേരയ്ക്ക അടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വന്നു. ഞാൻ നോക്കിയപ്പം തൊടയിൽ നിന്ന് താഴോട്ട് രക്തം ഒഴുകി വരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്തോ മോനെ കാണിക്കുന്നത്? രക്തം കൊണ്ട് ഒഴുകുന്നല്ലോ, അത് സാരമില്ല, ഞാൻ പിന്നെ ഇറങ്ങി വാ, രക്തോട് പെട്ട് നിന്റെ മരുന്നൊക്കെ വെക്കട്ടെ, അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ചോദിച്ചു, അതെന്താ? അത് മുറിഞ്ഞപ്പോഴേ ഞാൻ പുരട്ടി കഴിഞ്ഞല്ല. അതെന്താ? ഞാൻ പേരുടെ മുകളിൽ നിന്ന് എന്തോ പുരട്ടിയെന്ന് ഞാൻ ചോദിച്ചു. പേരുടെ മുകളിൽ ഇരുന്ന് അന്നേരെ ഞാൻ പുരട്ടിയല്ലോ. ഞാൻ ചോദിച്ചു, എന്തോ പുരട്ടിയത്? യേശുവിന്റെ രക്തം. ഇനി അതിന്റെ മുകളിൽ ഒന്നും പുരട്ടണ്ട ആരും. ഏതായാലും അതങ്ങ് കരിഞ്ഞു. കൂടെ യേശുവിന്റെ രക്തം പുരട്ടിക്കൊണ്ടിരുന്നത് കൊണ്ട് അതങ്ങ് കരിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ. ജീവന്റെ വ്യാപാരം നമ്മളിലേക്ക് വ്യാപരിക്കുമ്പോൾ, ഹല്ലേലൂയ, അത്യന്തമായ ദൈവശക്തി പോലും നമ്മളിലേക്ക് വ്യാപരിപ്പിച്ച് നമ്മളെ സൗഖ്യമാക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഈയിടെ ഒരു പ്രായമുള്ള അപ്പച്ചനോട് ചോദിച്ചേ, ഇത്രയും വർഷം 67 വർഷം കർത്താവിന്റെ വേലയിൽ അധ്വാനിച്ചിട്ട് ഇപ്പൊ 14 വർഷമായില്ലേ തളർന്നു കിടക്കുന്നു, എന്തുകൊണ്ടാ അത് ദൈവം എഴുന്നേൽപ്പിക്കാത്തത്? ഞാൻ പറഞ്ഞു, അതൊക്കെ ദൈവത്തിന്റെ ഇഷ്ടങ്ങളൊക്കെയാണ്. അതെ, ദൈവത്തിന്റെ ഇഷ്ടത്തെ ചോദ്യം ചെയ്യാൻ ഞാനല്ല. നന്മയായതല്ലാതെ ഇതുവരെ ഒന്നും അവനെ ചെയ്തിട്ടില്ല, ഇനി ചെയ്യത്തുമില്ല. അത് തിട്ടമാണെന്ന് ചോദിച്ചാൽ നല്ല തിട്ടമാണ്. അതെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി വ്യാപരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ കൊച്ചുമോളെ എന്നോട് ചോദിച്ചു, അമ്മച്ചി അപ്പൊ ദീനമൊക്കെ വന്നാൽ എങ്ങനാ? ദീനമൊക്കെ വന്നാൽ എങ്ങനാ? നമ്മൾ മുട്ടുകുത്തി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചിട്ട് അത് പോയില്ലെങ്കിലോ അത് പോകുമെന്ന് വിശ്വസിക്കണം. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. ആയാൽ ഇന്ന് കോൺഫറൻസ് വന്ന എല്ലാ അമ്മച്ചിമാരോടും ഞാൻ പറയുകയാണ്, നിങ്ങളുടെ എല്ലാ കൊച്ചു കുഞ്ഞുങ്ങളെയും ഹല്ലേലൂയ കതിരാകുമ്പോഴല്ല വളം വെക്കേണ്ടത്. കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെതായ പദ്ധതിയിൽ വളർത്തിയെടുക്കുവാനും വചനം ഉള്ളിലാക്കി എടുക്കുവാനും ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് ഈ കൊച്ചുമോളെ എന്നോട് ചോദിച്ചു, എപ്പോഴേലും പട്ടിണി അടക്കേണ്ടി വന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞുണ്ട്. എപ്പോഴാ? ഞാൻ പറഞ്ഞു, ഒരിക്കലും സുവിശേഷ പേരുടെ മുൻപില് അന്ന് ഉച്ചയ്ക്ക് ഒത്തിരി പേര് വിചാരിച്ചതിൽ കൂടുതൽ ഉച്ചയ്ക്ക് ഉണ്ണാനുണ്ടായിരുന്നു. ഉപവാസ പ്രാർത്ഥനയാണെങ്കിലും ഈ ക്ഷീണമുള്ള അമ്മച്ചിമാർക്കൊക്കെ ഞങ്ങൾ ചോറ് കൊടുക്കുമായിരുന്നു. ഒത്തിരി പേരന്ന് ഉച്ചയ്ക്ക് ഉണ്ണാനുണ്ടായിരുന്നു. കൂട്ടാൻ വെക്കാനൊന്നുമില്ല താനും. ഞങ്ങളുടെ അടുക്കളയിൽ ശുശ്രൂഷിക്കുന്ന സഹോദരി വന്ന് ചോദിച്ചു, അച്ഛമ്മ എന്തുവാ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, ഉള്ള അരി മുകളിലിട്ട് ചോറ് വെക്കുക. തികഞ്ഞില്ലെങ്കിലോ? ഞാൻ പറഞ്ഞു, തികയത്തില്ലടി, തികയാതിരിക്കത്തില്ല. കാരണം 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ദൈവമാണ് എൻ്റെ ദൈവം. അതുകൊണ്ട് തികയാതിരിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. അന്ന് ഒത്തിരിയും പേര് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും വിളമ്പി.
പിന്നെ അവളെ എന്നോട് പറഞ്ഞു, ചേച്ചി തന്നെ അങ്ങ് വിളമ്പി കൊടുത്തേരെ, ഞാൻ വരുന്നില്ല, എനിക്ക് നാണം കിടന്ന് ഏൽക്കാൻ വയ്യ. പ്രൈസ് ദി ലോർഡ്. ഞാൻ തന്നെ വിളമ്പി എല്ലാവർക്കും കൊടുത്തു. ബാക്കി 10 പേർക്ക് ഉണ്ണാനുള്ള ചോറുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം ആരാന്നാ വിചാരിച്ചേ? നിന്റെ മക്കളെ അനുഗ്രഹിക്കാൻ, കൊച്ചുമക്കളെ അനുഗ്രഹിക്കാൻ, മരുമക്കളെ അനുഗ്രഹിക്കാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകളെ അവിടെ നിർത്തട്ടെ. എൻ്റെ 67 വർഷത്തെ ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ സാക്ഷ്യം ഞാൻ ചുരുങ്ങിയ വാക്യത്തിൽ അങ്ങ് പറഞ്ഞതാണ്. അവൻ വാക്കുമാറാത്ത ദൈവമാകയാൽ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്